ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞ എല്ലാ സഹോദരീ സഹോദരന്മാർക്കും സോൾഫുൾ സ്ക്രിപ്ചേഴ്സ് എവരിഡേയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ ഒരുമിച്ച് ചിന്തിക്കാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ദുരാത്മാവിനോടുള്ള പോരാട്ടവും യേശു പ്രാർത്ഥനയുടെ ശക്തിയും. അതെ, ഇത് ന്യൂസ്കീറ്റ് എന്ന ഒരു ഓർത്തഡോക്സ് ആശ്രമത്തിൽ നടന്ന ഒരു സംഭവത്തെക്കുറിച്ചുള്ള വിവരണമാണ് അല്ലേ? അതെ, ഒരു യുവാവ് ദുഷ്ടശക്തികളാലെ ശരിക്കും കഷ്ടപ്പെടുകയായിരുന്നു. അദ്ദേഹത്തിന്റെ അനുഭവവും പിന്നെ എങ്ങനെയാണ് യേശുവിന്റെ നാമത്തിലുള്ള പ്രാർത്ഥന ഒരു വിടുതൽ നൽകിയത് എന്നതും ദൈവദാസന്മാർ എങ്ങനെ ഇടപെട്ടു എന്നതും ഒക്കെ ഇതിലുണ്ട്. കൃത്യം. അപ്പോൾ ഈ അനുഭവത്തിൽ നിന്ന് എന്താ പറയുക, ക്രിസ്തുവിന്റെ സുവിശേഷം നമുക്ക് തരുന്നൊരു പ്രത്യാശ, ഒരു ശക്തി, അതെന്താണെന്ന് നമുക്ക് നോക്കാം. തീർച്ചയായും. അപ്പോൾ കഥയുടെ ഒരു ചുരുക്കം ഞാൻ പറയാം. ഒരു യുവ മരപ്പണിക്കാരൻ ഭയങ്കരമായ ഒരു ആത്മീയ പോരാട്ടം നേരിടുകയാണ്. അങ്ങനെ അദ്ദേഹം ന്യൂസ്കീറ്റിലെ ആശ്രമത്തിൽ വരുന്നു, ഒരു അഭയം തേടി. അവിടെ എൽഡർ ജോസഫ് എന്ന സന്യാസി അദ്ദേഹത്തെ സ്വീകരിച്ചു. അതെ, മത്തായി 11:28 ഓർമ്മ വരും അല്ലേ? അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. വളരെ സ്നേഹത്തോടെയാണ് സ്വീകരിച്ചത്. ശരിയാണ്. പക്ഷേ ആ ആശ്രമത്തിലെ ഒരു സമാധാനം ഉണ്ടല്ലോ, ആ അന്തരീക്ഷം, അതിനോട് പൊരുത്തപ്പെടാൻ ആ യുവാവിന് പറ്റിയില്ല. ഇല്ല, ഉള്ളില് ഭയങ്കര സംഘർഷമായിരുന്നു, അസ്വസ്ഥത. അതെ. അങ്ങനെ ഒരു ദിവസം ഈ വിശുദ്ധ കുർബാനയ്ക്കുള്ള അപ്പം മുറിക്കാനുള്ള മുദ്രകളില്ലേ, പ്രോസ്ഫോറ മുദ്രകൾ, അത് കൊത്തുപണി പഠിക്കാൻ ശ്രമിക്കുകയായിരുന്നു. അതെ. അപ്പോൾ കൂടെയുണ്ടായിരുന്ന സന്യാസി പറഞ്ഞു, യേശു പ്രാർത്ഥന ചൊല്ലാൻ. കർത്താവായ യേശുക്രിസ്തുവേ, എന്നിൽ കനിയണമേ, ആ ലളിതമായ പ്രാർത്ഥന. അത് ചൊല്ലാൻ തുടങ്ങിയതും ഉള്ളിലെ ആ ദുഷ്ടശക്തി ശക്തമായി പ്രതികരിച്ചു. അതെ, നിർത്തൂ, എന്തിനാ പേര് പറയുന്നത്, എനിക്ക് തലകറങ്ങുന്നു എന്നൊക്കെ പറഞ്ഞ അലറി. ഇത് വളരെ ശ്രദ്ധേയമാണല്ലേ? യേശുവിന്റെ നാമത്തിന് എന്തുമാത്രം ശക്തിയുണ്ടെന്ന് ആ ദുഷ്ടന്റെ പ്രതികരണം തന്നെ വ്യക്തമാക്കുന്നുണ്ട്. ശരിയാണ്. സുപ്രഭാഷിതങ്ങൾ 18:10 ഓർമ്മയില്ലേ? കർത്താവിന്റെ നാമം ഉറപ്പുള്ള കോട്ടയാണ്, നീതിമാൻ അതിലോടിക്കയറി സുരക്ഷിതനായിരിക്കും. അതെ, ഇത് വെറുമൊരു കഥയല്ല, ഇത് ആത്മീയ യുദ്ധത്തിന്റെ ഒരു യാഥാർത്ഥ്യമാണ്. എഫേസ്യർ 6:12 പറയുന്നതുപോലെ, നമ്മുടെ പോരാട്ടം ജഡരക്തങ്ങളോടല്ല, പിന്നെയോ അന്ധകാരത്തിന്റെ ശക്തികളോടാണ്, ആകാശമണ്ഡലങ്ങളിലെ ദുഷ്ടാത്മസേനയോടാണ്. ക്രിസ്തുവിന്റെ ആ നാമം ഒന്നുച്ചരിച്ചപ്പോ തന്നെ ശത്രുവിന് കാലിടറി. അതെ, പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. പിന്നെ ആ യുവാവിന്റെ കാര്യത്തിൽ വേറൊരു കാര്യം കൂടിയുണ്ട്. അത്ഭുതം തോന്നും. എന്താണത്? തന്റെ ഉള്ളിലിരുന്ന് തന്നെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്ന ആ ദുരാത്മാവില്ലേ, അവനോട് പോലും ഒരു അനുകമ്പ തോന്നിത്തുടങ്ങി. അവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാനൊരാഗ്രഹം. ദൈവമേ, അത് ക്രിസ്തീയ സ്നേഹത്തിന്റെ ഒരു വലിയ തലമാണ്. അതെ, എന്നാൽ ആ ദുരാത്മാവിന്റെ പ്രതികരണം എന്തായിരുന്നു? തികഞ്ഞ അഹങ്കാരം, ദൈവനിഷേധം. ദൈവം നീതികെട്ടവനാണ്, അവൻ പശ്ചാത്തപിക്കണം, ഞങ്ങളല്ല എന്നൊക്കെയാണ് അലറിയത്. യാക്കോബ് 4:7 ഓർക്കുക. ദൈവത്തിന് കീഴ്പ്പെടുവിൻ, പിശാചിനെ എതിർക്കുവിൻ, അപ്പോൾ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. ഇവിടെ കീഴ്പ്പെടലില്ല, അഹങ്കാരം മാത്രം. ശരിയാണ്. ആ എൽഡർ ജോസഫിന്റെ കാഴ്ചപ്പാടും നമ്മൾ ശ്രദ്ധിക്കണം. അദ്ദേഹം എന്താണ് പറഞ്ഞത്? അദ്ദേഹം പറയുന്നത്, ദൈവം ഈ ലോകത്ത് ചിലപ്പോൾ സഹനങ്ങളും ശിക്ഷണങ്ങളുമൊക്കെ അനുവദിക്കും. അതെന്തിനാണ്? അത് വരാനിരിക്കുന്ന നിത്യശിക്ഷയിൽ നിന്ന് നമ്മളെ ഒഴിവാക്കാനുള്ള ദൈവത്തിന്റെ ഒരു കരുണയാണ് എന്നാണ്. ഹെബ്രായർ 12:6 പോലെ, കർത്താവ് താൻ സ്നേഹിക്കുന്നവനെ ശാസിക്കുന്നു. അതെ. പിന്നെ ആ യുവാവ്, ആ ദുരാത്മാവ് എതിർത്തിട്ടും നീ എന്നെ ശ്വാസം മുട്ടിക്കുന്നു, നീ എന്നെ ചുട്ടരിക്കുന്നു, അതൊന്നും വകവെച്ചില്ല. എന്തു ചെയ്തു? ആശ്രമത്തിന് പുറത്തുപോയി പാറക്കൂട്ടങ്ങൾക്കിടയിലിരുന്നു. മണിക്കൂറുകളോളം യേശു പ്രാർത്ഥന ചൊല്ലി. ആ ഒരു സ്ഥിരോത്സാഹം, അതാണ് പ്രധാനം. തീർച്ചയായും. മത്തായി 7:7 യേശു പറഞ്ഞില്ലേ, ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും. പ്രാർത്ഥനയിൽ മടുത്തുപോകരുത്. അപ്പോ ഈ അനുഭവത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന പ്രധാനപ്പെട്ട ചില സുവിശേഷ സത്യങ്ങളുണ്ട്. എന്തൊക്കെയാണ്? ഒന്ന്, യേശുവിന്റെ നാമത്തിലുള്ള പ്രാർത്ഥന, പ്രത്യേകിച്ച് ഈ യേശു പ്രാർത്ഥന തിന്മയ്ക്കെതിരെ പോരാടാൻ കിട്ടിയ വലിയൊരായുധമാണ്. ശരിയാണ്. 2, താഴ്മയും അനുതാപവും, അത് ദൈവകൃപ കിട്ടാൻ അത്യാവശ്യമാണ്. ആ യുവാവിന്റെ മാറ്റം നോക്കൂ. അതെ. 3, ആത്മീയ പോരാട്ടം ഒരു യാഥാർത്ഥ്യമാണ്, നമ്മളതിന് നിസ്സാരമായി കാണരുത്. എന്നാൽ അതിനേക്കാൾ വലിയ യാഥാർത്ഥ്യമാണ് യേശുക്രിസ്തുവിലൂടെയുള്ള ദൈവകൃപ. അതിന് ജയിക്കാൻ കഴിയും. പിന്നെ കഷ്ടപ്പെടുന്നവരോടുള്ള ഒരു സഹാനുഭൂതി, വിശ്വാസികളുടെ കൂട്ടായ്മയുടെ പ്രാധാന്യം. അതെ, ഗലാത്യർ 6:2 ഓർമ്മിപ്പിക്കുന്നു, തമ്മിൽ ഭാരം വഹിക്കുവിൻ. അതെ, ഓരോ ആത്മാവിനും ദൈവസന്നിധിയിൽ വലിയ വിലയുണ്ട്.
ക്രിസ്തു എല്ലാവർക്കും വേണ്ടിയാണ് വന്നത്. ഈ പോരാട്ടത്തിൽ നമ്മളാരും തനിച്ചല്ല. അവിടുത്തെ നാമം വിളിച്ചപേക്ഷിച്ചാൽ മതി. അവിടുന്ന് തുണയുണ്ട്, കോട്ടയുണ്ട്. ഈ ചിന്തകളോടെ നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം, അല്ലേ? തീർച്ചയായും. കർത്താവായ യേശുക്രിസ്തുവേ, ദൈവപുത്ര, പാപികളായ ഞങ്ങളിൽ കനിയണമേ. അങ്ങയുടെ പരിശുദ്ധനാമം കേൾക്കുമ്പോൾ ദുഷ്ടശക്തികൾ ഭയന്നു വിറയ്ക്കുന്നുവല്ലോ. ന്യൂസ് കീറ്റിലെ ഞങ്ങളുടെ ആ യുവ സഹോദരനു വേണ്ടി അന്ന് പ്രവർത്തിച്ചതുപോലെ ഞങ്ങളുടെ ജീവിതത്തിലെ ഓരോ പോരാട്ടങ്ങളിലും ഞങ്ങളുടെ ബലഹീനതകളിലും കർത്താവെ, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ഇടപെടണമേ. അങ്ങയുടെ തിരുനാമം ഞങ്ങളുടെ അധരങ്ങളിലും ഹൃദയങ്ങളിലും എപ്പോഴും ഒരു കോട്ടയായി, ഒരു സങ്കേതമായി ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളുടെ രക്ഷകനായ യേശുവേ, പ്രാർത്ഥനയിൽ സ്ഥിരതയോടെ നിൽക്കുവാൻ, മടുത്തുപോകാതിരിക്കുവാൻ ഞങ്ങൾക്ക് ശക്തി തരണമേ. ശത്രുവായ സാത്താൻ ഞങ്ങളെ ഭയപ്പെടുത്തുവാനും തളർത്തുവാനും ശ്രമിക്കുമ്പോൾ കർത്താവെ, അങ്ങയുടെ നാമം എന്ന ഉറപ്പുള്ള കോട്ടയിൽ ഓടിക്കയറി സുരക്ഷിതരായിരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ഉള്ളിലെ അഹങ്കാരത്തിൻ്റെയും അനുസരണക്കേടിൻ്റെയും മതിലുകളെ അവിടുന്ന് തകർക്കണമേ. താഴ്മയോടെ അങ്ങേക്ക് കീഴ്പ്പെടുവാൻ കൃപ നൽകണമേ. കർത്താവേ, ലോകമെമ്പാടുമുള്ള കഷ്ടത അനുഭവിക്കുന്ന എല്ലാ മക്കളെയും ഞങ്ങൾ ഓർക്കുന്നു. പ്രത്യേകിച്ച് പലവിധ ആത്മീയ ബന്ധനങ്ങളിൽപ്പെട്ട് ഉഴലുന്നവരെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. അവർക്ക് അങ്ങയുടെ വിടുതലും സമാധാനവും നൽകണമേ. എൽഡർ ജോസഫിനെ പോലെ മറ്റുള്ളവരുടെ വേദനയിൽ പങ്കുചേരുവാനും അവർക്കായി പ്രാർത്ഥിക്കുവാനും ഞങ്ങളെയും പഠിപ്പിക്കണമേ. ഞങ്ങളുടെ ശത്രുക്കൾ എന്ന് ഞങ്ങൾ കരുതുന്നവർക്ക് പോലും പ്രാർത്ഥിക്കുവാനുള്ള വിശാലമായ ക്രിസ്തീയ സ്നേഹം ഞങ്ങളിൽ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, പ്രാർത്ഥനയുടെ പ്രാധാന്യം ഒരു നാളും മറന്നുപോകാതെ എല്ലായ്പ്പോഴും ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഈ ലോകത്തിന്റെ പ്രലോഭനങ്ങളിലും വ്യാജങ്ങളിലും വീണുപോകാതെ അങ്ങയുടെ ഹിതം മാത്രം അന്വേഷിച്ച് ജീവിക്കുവാൻ ഞങ്ങളെ ഓരോ ദിവസവും ശക്തരാക്കണമേ. ഞങ്ങളുടെ ജീവിതം മുഴുവൻ അങ്ങേക്ക് സാക്ഷ്യം വഹിക്കുന്ന, അങ്ങേക്ക് മഹത്വം നൽകുന്ന ഒന്നായി തീരട്ടെ. ആമേൻ. ആമേൻ. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ വിശ്വാസ ജീവിതത്തിലെ ഇതുപോലുള്ള അനുഭവങ്ങൾ, ചിലപ്പോൾ കർത്താവ് അത്ഭുതകരമായി ഇടപെട്ട നിമിഷങ്ങൾ, പ്രാർത്ഥനയിലൂടെ ലഭിച്ച വിടുതലുകൾ, അങ്ങനെയുള്ള സാക്ഷ്യങ്ങൾ, അതെ, അത് മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഞങ്ങൾക്ക് എഴുതാവുന്നതാണ്. ഞങ്ങളുടെ ഇമെയിൽ വിലാസം soulfulscriptureseveryday@gmail.com എന്നാണ്. നിങ്ങളുടെ സാക്ഷ്യങ്ങൾ കേൾക്കാൻ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. അത് തീർച്ചയായും മറ്റനേകർക്ക് ഒരു പ്രോത്സാഹനവും പ്രചോദനവുമായേക്കാം. അവ ഈ പ്ലാറ്റ്ഫോമിലൂടെ പങ്കുവയ്ക്കാൻ ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. കർത്താവ് നിങ്ങളെ ഏവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.